ഹലോ, ഇന്നിപ്പോൾ ഇതാ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഉള്ളൂ. വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടൊരു ചെറിയ വീഡിയോ കേട്ടോ. ഇന്നലെയും വീഡിയോ ഇട്ടിട്ടില്ല, ഇന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ ഇതാ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അന്നേരം കുറച്ചും കൂടെ എടുത്തിട്ട് ഫുൾ ഇടാൻ വിചാരിച്ചു, നോക്കുമ്പോൾ ഇന്ന് നടന്നില്ല. ഇന്നിപ്പോൾ രാവിലെ മെഞ്ഞാന്ന് സാമ്പാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ വെച്ചത്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്ത് പച്ചമുളകും ഉള്ളിയും ഒക്കെ മുറിച്ചിട്ട് മഞ്ഞപ്പൊടിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ട് കഴിഞ്ഞാൽ ഉപ്പേരി റെഡി. പൊന്നൂന് സ്കൂളിൽ കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ റെഡിയാക്കുന്നത്. ഒരു മുട്ടയും കൂടെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളെ കാര്യം ഓക്കെ ആയി. അന്നേരം ഇന്നലെ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ഇന്നലെ ഒരു മടി പിടിച്ച് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ. അന്നേരം പിന്നെ വിചാരിച്ചു പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് അങ്ങോട്ട് ഓടട്ടെ വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. അന്നേരം ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, കാര്യമായിട്ട് ലെങ്ത്തോ കാര്യങ്ങളോ ഇല്ല. അന്നേരം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ. അന്നേരം രാവിലത്തെ വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു 5:30 6 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഈ വെളിച്ചം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ലേശം തേങ്ങയും കൂടെ ചിരകിയിട്ട് കൊടുക്കുക. ഇങ്ങനെ മസാലപ്പൊടി ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. മസാല ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബീഫും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, എല്ലാവർക്കും വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വെച്ചാലും രസമുണ്ടാവും. ഇതിങ്ങനെ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് വേവിക്കും, നമ്മൾ കറി വെക്കുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഉപ്പേരിയാക്കി എടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ വേഗം ഗ്യാസിൻ്റെ പ്രോബ്ലം വരും. ഉപ്പേരി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇനി മുട്ടയും കൂടെ വറുത്തെടുക്കാം. ഫുള്ള് ചാരം പറന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വിറക് ഭയങ്കര ചാരം ഊതുമ്പോൾ ഫുൾ ലോകം മുഴുവൻ ചാരം പറക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആരും ഒന്നും കരുതണ്ട കേട്ടോ. അന്നേരം നമ്മളെ പഴമാണ് കേട്ടോ അടുത്തത് പുഴുങ്ങുന്ന. ഉപ്മാവും പഴമാണ് രാവിലെ. അന്നേരം നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുകയാണ്. രാവിലെ തന്നെ പഴുത്ത പഴം അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറൊക്കെ ഒന്ന് കുത്തിമുഴയ്ക്കാനൊക്കെ സാധിക്കും. കുത്തിമുഴയ്ക്കാൻ മീൻസ് വയറെ വേദന എടുക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അന്നേരം പഴമൊക്കെ പുഴുങ്ങി വെച്ചു, ഉപ്മാവും കൂടെ വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്മാവ് വെക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, രാവിലത്തെ തകൃതിയായിട്ടുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉപ്മാവൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്മാവും പഴവും കൂടെ കൊടുത്ത് വെറും ഉപ്മാവ് കൊടുത്ത് ഇവർ കഴിക്കില്ല കേട്ടോ. പിന്നെ ഇതാ പൊന്നൂസിന് ചോറാക്കി ഉപ്പേരിയാക്കി. മുട്ട വറുത്തെന്ന് വെച്ചാൽ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. ചുവന്ന കളറിലിരിക്കുന്നത് ഞാൻ ഈ മുളക് പൊടിയാണ് ഇട്ടെടുത്തത്. അന്നേരം കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞാൽ നുള്ളിപ്പെറുക്കി എടുക്കൽ റിസ്ക് അല്ലേ, അല്ലെങ്കിൽ കുരുമുളക് പൊടി എടുക്കൽ. അന്നേരം കുരുമുളക് പൊടിക്കാനൊന്നും സമയം രാവിലെ കിട്ടിയില്ല. അന്നേരം വേഗം മുട്ടേൻ്റെ അകത്ത് ലേശം തേങ്ങയാണ് ചിരകിയിട്ടത്, ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. അത് തേങ്ങ ചിരകിയിട്ടിട്ട് മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പൊരിച്ചെടുത്തു. അന്നേരം പൊന്നൂസിന് ഇത് മതി കേട്ടോ. അന്നേരം പിന്നെ അത് റെഡിയാക്കി കൊടുത്തു. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചാറ് കറീനെക്കാട്ടിൽ സുഖം ഉപ്പേരിയോ ഇങ്ങനെ മുട്ട വറുത്തതോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി ചോറുണ്ണാൻ. അത് പൊന്നൂസിനാക്കി കൊടുത്തു. ചക്കര ചോറ് കൊണ്ടുപോകലില്ല കേട്ടോ. അവൾ പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും കറികളോ ഉപ്പിലിട്ടതോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക ചെയ്യുക. പിന്നെ വൈകുന്നേരത്തേക്ക് എന്ത് ചെയ്യും എന്നുള്ള കണക്കൂട്ടലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു പാക്കറ്റ് പൊറോട്ട കൊണ്ടു തന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ പാക്കറ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കലില്ല, പൊറോട്ടയും ചപ്പാത്തിയൊന്നും. അച്ഛൻ കൊണ്ടു തന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു വൈകുന്നേരത്തെ കാര്യം എന്ന് വിചാരിച്ച്. പിന്നെ അതൊക്കെ ഓരോന്നായിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്ത് അതൊരു ഹാഫ് വേവിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ചെറിയ ചെറിയ ചപ്പാത്തികളാണ് കേട്ടോ. അന്നേരം അതൊക്കെ നന്നായി ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഒരു കുറച്ചൊന്നും തണുത്ത് കഴിഞ്ഞത്തേക്ക് ഭയങ്കര ബലമായിപ്പോയി കേട്ടോ. പിന്നെ അച്ഛൻ തന്നെ കുറച്ച് കാട പൊരിച്ചതൊക്കെ കൊണ്ടു തന്നു. അന്നേരം അതൊക്കെ കൂട്ടി വൈകുന്നേരം ചായ കുടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നത്തെ കാര്യങ്ങൾ കുശാലായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നാളെയും ദൈവം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് ജീവിക്കാം. ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് എന്താ സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം നമ്മളെ ലൈവ് വീഡിയോസിലൊക്കെ കയറുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷത്തോടു കൂടി നന്ദി പറയാണ്. അതിന് പൊറോട്ടയൊക്കെ ഇങ്ങനെ ചൂടാക്കിയെടുത്ത് മക്കൾ വന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം, പൊറോട്ടയല്ലേ വിചാരിച്ച്. അന്നേരം എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ കരുതുന്നു. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. പുഴയിൽ എല്ലാവരും ലൈവ് ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ കാര്യം. വെള്ളമൊക്കെ കുറഞ്ഞു. അന്നേരം ഇതാണ് കേട്ടോ പൊറോട്ടേൻ്റെ പാക്കറ്റ് 10 എണ്ണം ഉണ്ട്, 60 രൂപയാണെന്ന് പറഞ്ഞത് 10 എണ്ണത്തിന്. അതായത് ഇതേപോലെ ചപ്പാത്തിയും കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പാക്കറ്റാക്കിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് ചെറുതാണ്. പിന്നെ അടിച്ച് അങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, ഒരു റഫ്നെസ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബായ്.